നമസ്കാരം. സംസ്ഥാനത്ത് കേരള BJPയെ ഇനി ആര് നയിക്കും? അതിനുള്ള ഉത്തരം ഇന്നോ അല്ലെങ്കിൽ നാളെയോ അറിയാനായി സാധിക്കും. ഡൽഹിയിൽ സംസ്ഥാന പ്രസിഡന്റുമാരുടെ സെലക്ഷൻ നടപടികൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. കേരളത്തിൽ സുരേന്ദ്രനെ പുറത്താക്കി പകരം MT രമേശോ ശോഭാ സുരേന്ദ്രനോ സ്ഥാനമേറ്റെടുക്കാൻ എത്തുമോ എന്നുള്ള സസ്പെൻസാണ് നാളെ പൊളിയാനിരിക്കുന്നത്. കെ സുരേന്ദ്രൻ്റെ തുടർഭരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും അന്തിമ തീരുമാനം ഉടൻ തന്നെ പുറത്തു വരും. അതുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ വരുമ്പോൾ പുതിയ സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. 5 വർഷം പൂർത്തീകരിച്ച സുരേന്ദ്രൻ മാറിക്കഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പാർട്ടി ദേശീയ നേതൃത്വത്തിന് ഒരു നിര പേരുകളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുന്നുണ്ട്, തദ്ദേശീയ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായി പല പരീക്ഷണങ്ങളും ഒരുപക്ഷേ BJP നടത്തിയേക്കും. മണിപ്പൂരിൽ മുഖ്യമന്ത്രി രാജിവെച്ച് പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകളടക്കം നടന്നതുകൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ വൈകിയത്. അതിനിടയിൽ തന്നെ ഡൽഹി തിരഞ്ഞെടുപ്പും പിറകെ ഡൽഹി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതുമൊക്കെ ഈ വൈകലിന് കാരണമായി മാറിയിരുന്നു. രാജസ്ഥാനിൽ നിലവിലുള്ള പ്രസിഡന്റ് മദൻ റാത്തോഡിനെ തന്നെ ഇന്ന് വീണ്ടും അധ്യക്ഷനായി തിരഞ്ഞെടുത്തൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ തുടരുമോ ഇല്ലയോ എന്നുള്ളതും കണ്ടറിയണം. സുരേന്ദ്രൻ അല്ലെങ്കിൽ പിന്നെ ഉയർന്നു കേൾക്കുന്ന 2 പേരുകൾ, ഒന്ന് MT രമേശും മറ്റൊന്ന് ശോഭാ സുരേന്ദ്രനും. ഈ 2 പേരും സംസ്ഥാന അധ്യക്ഷനാകാൻ എന്തുകൊണ്ടും യോഗ്യരാണെന്നുള്ള സൂചന നേരത്തെ തന്നെ BJP നേതാക്കൾക്ക് ലഭിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ MT രമേശിന് തന്നെയാണ് സീനിയോറിറ്റി എന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്, മുൻഗണന ലഭിക്കുന്നത്. 5 വർഷം സ്ഥാനത്ത് തുറന്നവർ ഒഴിയണം, ഇതാണ് മാനദണ്ഡം. അതനുസരിച്ച് കെ സുരേന്ദ്രൻ ഒഴിയേണ്ടതാണ്. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഈ വർഷം തന്നെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ തുടരട്ടെ എന്നുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം കൈക്കൊണ്ടാൽ അത് വീണ്ടും നീണ്ടുപോകും. എന്നാൽ ഏറെക്കാലമായി MT രമേശ് ആകട്ടെ സംസ്ഥാന ഭാരവാഹിയായി മാത്രം തുടരുകയാണ്. MT രമേശിനാണ് സീനിയോറിറ്റി. അത് മറികടന്നുകൊണ്ടാണ് 2020 കെ സുരേന്ദ്രൻ പാർട്ടിയുടെ ദേശീയ നേതൃത്വം പ്രസിഡന്റാക്കി തീരുമാനിച്ചത്. കേരളത്തിലെ ഗ്രൂപ്പ് വിഷയങ്ങളൊക്കെ തന്നെ ഉയർന്നു കേൾക്കുന്ന സാഹചര്യത്തിൽ MT രമേശിനെ ചൊല്ലി എതിർപ്പുകളൊന്നും തന്നെ ഉയരാൻ സാധ്യത കുറവാണെന്നാണ് നിലവിൽ സൂചനയുള്ളത്. ഡൽഹിയിൽ വനിതാ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് കൊണ്ട് തന്നെ സംസ്ഥാനത്ത് വനിതാ പ്രാതിനിധ്യം അധ്യക്ഷ പദവിയിലേക്ക് എത്തട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം കടന്നാൽ ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരിക്കും അവിടെ എത്തുക. സംസ്ഥാനത്തെ പാർട്ടിയിലെ BJPയിലെ തന്നെ ക്രൗഡ് പുള്ളറും വോട്ട് വിഹിതം റോക്കറ്റ് കണക്കിനെ ഉയർത്തിക്കൊണ്ടു പോകാനും കഴിവുള്ള ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് തലപ്പത്തേക്ക് പരിഗണിക്കുമെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. എന്നാൽ V മുരളീധരൻ്റെയും കെ സുരേന്ദ്രൻ്റെയും എപ്പോഴത്തെയും തലവേദനയായി തന്നെ ശോഭാ സുരേന്ദ്രൻ തുടരുന്നതുകൊണ്ട് അതിനിടയിൽ പല കളികളും സംഭവിച്ചേക്കുമെന്ന സൂചനകളും നൽകുന്നു. ദേശീയ തലത്തിലെ ഒരു വിഭാഗം നേതാക്കളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. എല്ലാവർക്കും നല്ല രീതിയിൽ ബന്ധപ്പെടാനും എല്ലാവരുമായും ഇടപഴകാനും എല്ലാ കാര്യങ്ങളിലും ഏതൊരു ബുദ്ധിമുട്ടിനും വിളിക്കാനും കാര്യങ്ങൾ പറയാനും കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് ശോഭയെന്നുള്ള ഒരു ജനപ്രീതി BJP അണികൾക്കിടയിൽ തന്നെയുണ്ട്. ഇനിയിപ്പോൾ ഒരു തലമുറ മാറ്റമാണ്, പുതുതലമുറ മാറ്റം തന്നെയാണ് ഇതിലേക്ക് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അപ്രതീക്ഷിതമായി സർപ്രൈസായി മറ്റ് പുതിയ പേരുകളൊക്കെ തന്നെ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതിനേറെ പറയുന്നു, RSSനെ പ്രീതിപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തിയാൽ പല പേരുകൾ ഇനിയും കേൾക്കേണ്ടി വരും. കുമ്മനം രാജശേഖരൻ്റെ വരവ് പോലെ BJP നേതൃനിരയിൽ നിന്നല്ലാതെ RSSൻ്റെ നേതൃത്വത്തിൽ നിന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയ ആളുകൾ എത്തിയേക്കാം. ഇപ്പോൾ കേന്ദ്രമന്ത്രിസ്ഥാനത്ത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും കേന്ദ്രമന്ത്രിമാരുണ്ടായത്, പ്രത്യേകിച്ചും നായർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നേതാക്കൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത്തവണ ഹിന്ദു ഈഴോ വിഭാഗത്തിലുള്ള സാമുദായിക നിലനിൽപ്പ് പരീക്ഷിക്കാനുള്ള നീക്കം നടത്തിയാലും അതിലും ഒരു സർപ്രൈസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. V മുരളീധരൻ സംസ്ഥാനത്ത് ഇത്തവണ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള മത്സരം കാഴ്ചവെച്ചിരുന്നു. വലിയ തോതിൽ വോട്ട് വിഹിതം ഉയർത്തിയിരുന്നു. ത്രികോണ മത്സരം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തെ ഒരു തവണ കൂടി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നും സംശയമിരിക്കുന്നു. എന്നിരുന്നാൽ പോലും അദ്ദേഹം അടുത്ത തവണ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കളമൊരുക്കൽ ഘട്ടത്തിലേക്കാണ്. അതുകൊണ്ട് സാധ്യത കുറവാണെന്നും പറയപ്പെടുന്നുണ്ട്. സുരേന്ദ്രൻ മാത്രമാണ് 2020 സംസ്ഥാന അധ്യക്ഷന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളിൽ ഇപ്പോഴും തുടരുന്നത്. അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉടനുണ്ടാകും. ഇതുവരെ 11 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു BJP. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 36 പ്രസിഡന്റുമാരിൽ പകുതി പേരെയെങ്കിലും പ്രഖ്യാപിച്ചാൽ മാത്രമേ ദേശീയ പ്രസിഡന്റ് ആര് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായൊരു സൂചന ലഭിക്കൂ.
നിലവിൽ JP നദ്ദയാണ് 2020 മുതൽ ദേശീയ അധ്യക്ഷനായി തുടരുന്നത്. അദ്ദേഹത്തെ എന്തായിരുന്നാലും മാറ്റാനുള്ള സാധ്യതയുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ മാർച്ചിൽ പുതിയ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ പോലും സാധിക്കൂ. ജനുവരി അവസാനത്തോടുകൂടി തന്നെ സംസ്ഥാന പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ ദേശീയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കണമെന്ന് നേരത്തെ കരുതിയിരുന്നു. പക്ഷേ ഡൽഹി തിരഞ്ഞെടുപ്പും ഒപ്പം തന്നെ മണിപ്പൂരിലെ വിഷയങ്ങളുമൊക്കെ തന്നെ ഇതിന് വലിയ വിലങ്ങുതടിയായി മാറുകയായിരുന്നു.